കൗമാരപ്രായക്കാരെ തൊട്ട് ഏകദേശം 45-50 വയസ്സ് വരെയുള്ള ആളുകളിൽ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒന്നാണ് മുഖക്കുരു. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുഖക്കുരു വരാം. ഇപ്പൊ ടീനേജിൽ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ സെബം സെക്രീഷൻസ് കൂടുന്നതുകൊണ്ട് തന്നെ മുഖക്കുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ ഇത് നല്ല പഴുത്ത വേദനയുള്ള കുരുക്കളായിട്ടാണ് കാണാറുള്ളത്. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. ഇപ്പം അമിതമായ ചൂട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയോ മരുന്നിന്റെയോ കാരണം കൊണ്ടാവാം, നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ കാരണം കൊണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ചർമ്മരോഗങ്ങളോ മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടും മുഖക്കുരു വരാറുണ്ട്. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം PCOD പോലുള്ള മറ്റ് പല സ്ത്രീരോഗങ്ങളുടെയും ലക്ഷണങ്ങളായിട്ടും മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ത് കാരണം കൊണ്ടാണോ മുഖക്കുരു വരുന്നത് അതിന്റെ ആ കാരണത്തെ ട്രീറ്റ് ചെയ്യുക, അതിന്റെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ആക്നെ പ്രൊസീജിയർ. അതായത് ഇപ്പൊ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിൻ സെൽസിന് ഡാമേജ് ഉണ്ടാക്കും. പ്രത്യേകിച്ചും ചില ആളുകൾ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ അതിൽ കൈകൊണ്ട് തൊട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഞെക്കി പൊട്ടിക്കുകയൊക്കെ ചെയ്യും. അതൊരിക്കലും ചെയ്യരുത്. കാരണം അത് മുഖക്കുരു കൂട്ടുന്നു മാത്രമല്ല, അതിന്റെ സ്കാർ അല്ലെങ്കിൽ പാടുകൾ നിൽക്കാൻ കൂടി കാരണം. അപ്പം മുഖക്കുരു ചികിത്സിക്കുന്നതിനേക്കാളും പ്രയാസമാണ് അതിന്റെ പാടുകൾ മാറ്റിയെടുക്കാൻ. ഈ ആക്നെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു 10 ഡേയ്സിലോ അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിലൊക്കെ ഉള്ള ഒരു സിറ്റിംഗ് ആയിട്ട് ചെയ്യേണ്ടതാണ്.